നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ അന്ത്യശാസനത്തിന് പിന്നാലെ CBI സംഘം എത്തുമെന്ന ഭീതിയോടുകൂടി അന്വേഷണം ദ്രുതഗതിയിലാക്കുന്നു. CBI എത്തിയാൽ കാര്യങ്ങളാകെ മാറി മറിയുമെന്ന സംശയം സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തിനുമുണ്ട്. മുഖ്യമന്ത്രി അടക്കം ഏറെ പരുങ്ങലിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് നിലവിൽ കടന്നു പോകുന്നത്. ഈ ഘട്ടത്തിൽ ദാവൂദ് മണിയെന്ന് ഡയമണ്ട് മണി എന്നും അറിയപ്പെടുന്ന ഡി മണിയെ തന്നെയാണ് SIT പൊക്കിയത്, ഒരു മിന്നൽ റെയ്ഡ് നടത്തിയത്. എന്നാൽ റെയ്ഡിന് തൊട്ടു പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുന്നു മണി. ആ തുറന്നു പറച്ചിലിൽ വലിയ ഞെട്ടൽ തന്നെയാണ് ഭക്തർക്കടക്കം ഉണ്ടായിരിക്കുന്നത്. SITയുടെ പോക്ക് അത് എങ്ങോട്ട്? 6 വർഷം കൊണ്ട് ഡയമണ്ട് മണിയും ദാവൂദ് മണിയുമായി മാറിയ ഈ വ്യക്തിയെ SIT സംഘം കണ്ടെത്തിയതിന് പിന്നാലെയാണ് ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇപ്പോൾ തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം വിപുലമാക്കിയിരിക്കുന്നത്. ഊർജിതമായ അന്വേഷണം തന്നെയാണ് SIT മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് പ്രമുഖ വ്യവസായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഡി മണിയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം കുതിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിലും വീട്ടിലുമൊക്കെ SIT പരിശോധന നടത്തി. ബാലമുരുകൻ എന്നാണ് ഡി മണിയുടെ യഥാർത്ഥ പേരെന്നും SIT പറയുന്നു. തമിഴ്നാട്ടിലെ ദിണ്ടുഗൽ സ്വദേശിയായ ഡി മണിയുടെ വീട്ടിൽ വെള്ളിയാഴ്ച രാവിലെ 10:30 പരിശോധനയും തുടങ്ങി. രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ വിദേശ വ്യവസായിയും കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം ഇപ്പോൾ കേരളത്തിന് പുറത്തെത്തി നിൽക്കുന്നത്. ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഡി മണി വാങ്ങിയെന്നും വിദേശ വ്യവസായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയാണ് സെർച്ച് വാറണ്ടുമായി തമിഴ്നാട്ടിലെത്തിയത്. കഴിഞ്ഞ ദിവസം ഡി മണിയെ SIT സംഘം ചോദ്യം ചെയ്ത കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. ബാലമുരുകൻ്റെ സുഹൃത്തായ ശ്രീകൃഷ്ണൻ്റെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി. ഇയാളെയും ചോദ്യം ചെയ്തു. കാരണം ഇയാളുടെ പക്കൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളുണ്ട്. വിരുദ്നഗറിലാണ് ശ്രീകൃഷ്ണൻ താമസിക്കുന്നത്. DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലെത്തി വിഗ്രഹ കച്ചവടക്കാരനായ ഡി മണിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം കൊണ്ടുപോകുന്നു. ശബരിമലയിൽ നിന്നും 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയ്ക്ക് വിറ്റു എന്നാണ് പറയുന്നത്. 2019-2020 കാലയളവിൽ നടന്ന ഈ കൊള്ളക്കടത്തിന്, സ്വർണ്ണക്കൊള്ളയ്ക്ക് ഇതിനു പുറമെ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളും സ്വർണവും ഈ സംഘം ലക്ഷ്യമിട്ടെന്നും ആരോപണമുണ്ട്. അന്താരാഷ്ട്ര മാഫിയയെ പരിചയപ്പെടുത്തിയത് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവരാണെന്നും കേരളത്തിലെ ക്ഷേത്ര ഭരണ ചുമതലയുള്ള ഒരു ഉന്നതന്റെ നേതൃത്വത്തിലാണ് ഈ വിഗ്രഹങ്ങൾ കൈമാറിയതെന്നും മൊഴിയിൽ പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ ഇടപാടുകളിലെ ഒക്കെ തന്നെ പ്രധാന ഇടനിലക്കാരൻ. 2020 ഒക്ടോബർ 26 തിരുവനന്തപുരത്ത് വെച്ച് വൻതോതിൽ പണക്കൈമാറ്റം നടന്നു. അതിലൂടെ ലക്ഷ്യമിട്ടതാകട്ടെ ഏകദേശം 1000 കോടി രൂപയുടെ ഇടപാടും. കേരളം മാത്രം ലക്ഷ്യമിട്ട് 1000 കോടിയെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ എത്ര കോടി രൂപയുടെ ഡീലിങ്സ് ആണ് ഇവർ നടത്തുന്നത് എന്നുള്ളത് ഊഹിക്കേണ്ടതാണ്. ക്ഷേത്രങ്ങളിൽ നിന്നും ഇതുവരെയും വിഗ്രഹങ്ങളൊന്നും നഷ്ടപ്പെട്ടതായി ഔദ്യോഗികമായ വിവരമില്ലാത്തതുകൊണ്ട് ഈ മൊഴിയുടെ സാധുത, സത്യസന്ധത അത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മണിയെ അറിയാമെന്ന നിഗമനത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘമുള്ളത്. പക്ഷേ മണി നൽകുന്ന മൊഴിയാകട്ടെ നേരെ തിരിച്ചു. താൻ ഡി മണിയല്ല MS മണിയാണെന്നും അന്വേഷണ സംഘത്തിന് തെറ്റിദ്ധാരണ സംഭവിച്ചു എന്നുകൂടിയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നത്. ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട ഒരു വസ്തുതയുമില്ല, താൻ ഇതിൽ പ്രതിയല്ല, തൻ്റെ അറിവോടുകൂടി ഒന്നും സംഭവിച്ചിട്ടില്ല, പോറ്റിയെ അറിയില്ല എന്നൊക്കെ തന്നെയാണ് ഡി മണി ഈ അന്വേഷണ റെയ്ഡിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഡയമണ്ട് മണി, ദാവൂദ് മണി എന്നിങ്ങനെ പല പേരിലും പല മേഖലകളിലുമാണ് ഇയാളെ അറിയപ്പെടുന്നത്. നേരത്തെ തന്നെ കൃത്യമായി ഇയാളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മധുരയ്ക്ക് അടുത്തുള്ള ദിണ്ടിഗൽ, വിരുദ്നഗർ എന്നീ മേഖലകളിൽ സ്പെഷ്യൽ സ്ക്വാഡ് പിന്നാലെ പരിശോധനയും നടത്തി. ഡി മണിയുടെ കൂട്ടാളികളെന്ന് സംശയിക്കുന്ന പലരെയും അന്വേഷണ സംഘം കൃത്യമായി ടാർഗറ്റ് ചെയ്തു, അവരെ ലൊക്കേറ്റ് ചെയ്തു. അങ്ങനെയാണ് ശ്രീകൃഷ്ണൻ എന്നയാളുടെ ഉടമസ്ഥയിലുള്ള വിഗ്രഹങ്ങളും പഴയ പാത്രങ്ങളും വിൽക്കുന്ന കടയിലും അന്വേഷണ സംഘമെത്തി റെയ്ഡ് നടത്തിയത്. ഇവിടെ നിന്നും ശബരിമലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തുമ്പ് ലഭിക്കുമെന്നും ഈ നഷ്ടപ്പെട്ടുവെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സ്വർണ്ണ ശകലമെങ്കിലും കൈക്കലാക്കാൻ കഴിയുമെന്നുമാണ് അന്വേഷണ സംഘം പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ അന്വേഷണം ഇപ്പോൾ വഴിമുട്ടിയ സാഹചര്യത്തിലാണ്. ഒരുപക്ഷെ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണോ? അതല്ല എങ്കിൽ അന്വേഷണം വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിപൂർവമായ ശ്രമം ഇതിനിടയിൽ നടന്നിട്ടുണ്ടോ? അന്വേഷണ സംഘം പോകുന്ന ദിശ തെറ്റാണോ? CBI എത്തിയാൽ മാത്രമേ ഇത് ശരിയായ രീതിയിൽ കലങ്ങി തെളിയൂ എന്ന് തന്നെയാണ് BJP നിലവിൽ പറയുന്നത്. ഡി മണിയും സംഘവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് ശേഖരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നേരത്തെ ഇറിഡിയം തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലെ പ്രതികളാണിവർ. പഴയകാല കരകൗശല വസ്തുക്കളും ലോഹ ഉൽപ്പന്നങ്ങളും വിൽക്കുന്നതിൻ്റെ മറവിൽ
ആളുകളെ പറ്റിച്ച് വൻതുക കൈക്കലാക്കുന്ന തട്ടിപ്പ് രീതിയാണ് ഇവർ പിന്തുടരുന്നത്. ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ഈ സംഘത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് SIT സംശയിക്കുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവർ ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്നും ആ വഴിക്ക് സ്വർണ്ണപ്പാളി കൈമാറ്റം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതും പോലീസിന് ഇനി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അന്വേഷണ സംഘം എന്തായിരുന്നാലും ഡി മണിയുടെ മൊഴി രേഖപ്പെടുത്തി. ഡി മണി ആയാലും MS മണി ആയാലും അന്വേഷണ സംഘം തമിഴ്നാട്ടിലെത്തിയ ദൗത്യം പൂർത്തീകരിച്ച് കഴിഞ്ഞുവെന്ന് വേണം മനസ്സിലാക്കാൻ. തമിഴ്നാട് പോലീസിൻ്റെ സഹായത്തോടെ തന്നെയാണ് ഈ സംഘം ചോദ്യം ചെയ്യൽ നടത്തിയത്. തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു ഡി മണി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയില്ലെന്നും ഇയാൾ അവകാശപ്പെടുന്നു. ശബരിമല സ്വർണ്ണ തട്ടിപ്പുമായി ഒരു തരത്തിലും ഇയാളെ നേരിട്ട് ബന്ധിപ്പിക്കാനോ അല്ലെങ്കിൽ കണക്ട് ചെയ്ത് പറയാനോ കഴിയുന്ന ഒരു തെളിവും SITയുടെ പക്കലില്ല. കേവലം ഒരു മൊഴി മാത്രമാണ്. എന്നിട്ടും അന്വേഷണം തുടരുന്നു. അതേസമയം ഈ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിൻ്റെ നിലപാട് തേടി കഴിഞ്ഞിരിക്കുകയാണ്. സർക്കാർ എന്ത് സംഭവിച്ചാലും ഇതിനെ എതിർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം CBI അന്വേഷണം എത്തിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ഇതിനപ്പുറത്തേക്ക് പോകും. ഒരു ED അന്വേഷണം എത്തിയപ്പോൾ തന്നെ സർക്കാർ ശക്തമായ വിയോജിപ്പ് വ്യക്തമാക്കിയതാണ്. അപ്പോൾ CBI അന്വേഷണത്തെ എതിർക്കാതെ എന്തു തന്നെ ചെയ്യും? ഇതിനുള്ള മറുപടി പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കി വരുന്നുണ്ട്. അന്വേഷണം ഏറ്റെടുക്കാമെന്ന് CBI അറിയിച്ചു കഴിഞ്ഞു. ഡി മണിയെ ചോദ്യം ചെയ്യുന്നതോടെ ഈ വമ്പൻ ഗൂഢാലോചനയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് SIT പ്രതീക്ഷയെങ്കിൽ പോലും അതും ഇപ്പോൾ തുമ്പില്ലാതെ നിൽക്കുകയാണ്. അങ്ങനെ വന്നാൽ അന്വേഷണ സംഘം ഇനി എന്തു പറഞ്ഞ് കോടതിയിൽ പ്രതിരോധിക്കും? ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഡി മണിയെ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് SITയെ സംബന്ധിച്ച് ഒരു മേൽക്കൈ ലഭിക്കുമായിരുന്നു. ഇതിപ്പോൾ തെറ്റായ ദിശയിലേക്ക് അന്വേഷണ സംഘം സഞ്ചരിക്കുന്നുവെന്ന് നിലവിൽ ഹൈക്കോടതിയും വിലയിരുത്തേണ്ടി വരും. കേസിലെ മുഖ്യപ്രതികളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, സുധീഷ് കുമാർ എന്നിവരെ പ്രത്യേക അന്വേഷണ സംഘം ജയിലിലെത്തി ചോദ്യം ചെയ്തിരുന്നു. പ്രവാസി വ്യവസായി നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് അന്വേഷണത്തിന്റെ ദിശ തന്നെ ഇപ്പോൾ ഡി മണി എന്നറിയപ്പെടുന്ന ബാലമുരുകന്റെ പങ്കിലേക്ക് എത്തിയത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളും ഇതിന് പിന്നാലെ ഉയരുന്നുണ്ട്. ഇതൊക്കെ മറനീക്കി പുറത്തു വരേണ്ടതാണ്. ഇല്ല എങ്കിൽ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് എന്തെന്നുള്ളത് കണ്ടെത്താൻ കഴിയില്ല. ഇനി ഒരു കാലത്തും അത് പുറത്ത് കൊണ്ടുവരാനും സാധിക്കില്ല. വളരെ വേഗത്തിൽ തന്നെ പ്രതികളെ പിടികൂടേണ്ടതും നഷ്ടപ്പെട്ടു പോയ ദേവന്റെ സ്വത്തുവകകൾ തിരിച്ചെത്തിക്കേണ്ടതും അനിവാര്യമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.